ഫസ്റ്റ് വീഡിയോ എടുത്ത് അത് തന്നെ 2 million ആയപ്പോൾ പോയി. അതിന് മുമ്പ് എനിക്കൊരു ജോബിന്റെ ഇത് വന്നായിരുന്നു. അതൊരു മറ്റേ ടോപ്പ് ബിഗ് 4 നിന്നായിരുന്നു വന്നത്. ബിഗ് 4 നിന്ന് വന്നിട്ട് അപ്പം അത് കമ്പനി പേരൊന്നും പറയുന്നില്ല. അപ്പൊ അതിൽ 3 level ഇന്റർവ്യൂ ഞാൻ പാസ്സായി. 4th സാലറിയുടെ കാര്യം മാത്രം ഡിസ്കസ് ചെയ്യാൻ ഇന്റർവ്യൂ ഉള്ളു. ബാക്കിയെല്ലാം ഞാൻ പാസ്സായി. അപ്പൊ പാസ്സായപ്പോൾ എനിക്ക് ദുബായ് പോലുള്ള വിസിറ്റ് വിസ ഒക്കെ ശരിയായിരുന്നു. അധികം ക്യാൻസൽ ചെയ്തു. ബിഗ് 4 കിട്ടിയ പിന്നെ പോകണ്ടല്ലോ, നാട്ടിൽ നിന്നാൽ മതി, ഭയങ്കര ശമ്പളമാണ്. അപ്പം അത് ഓക്കെ ആവും. പക്ഷെ അവരെന്നെ ഇതുവരെ വിളിച്ചില്ല. അപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ഡിപ്രഷൻ ആയിപ്പോയി. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ വിചാരിച്ചു ഇനി ഞാൻ ജോലി ചെയ്യുന്നില്ല, ഇത് ഞാൻ ചെയ്യാന്ന് വെച്ച്. അങ്ങനെയാണ് ഫസ്റ്റ് വീഡിയോ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് വീട്ടുകാർക്കൊന്നും ഒട്ടും അക്സെപ്റ്റബിൾ അല്ല. കാരണം ഞാൻ MBA വരെ പഠിച്ച് അങ്ങനെ. അപ്പം വീട്ടുകാർ അപ്പുറത്തെ വീട്ടിൽ MBA പഠിച്ച് വെച്ചിട്ടുണ്ട്. നമ്മള് നല്ല ജോലി, നല്ല ശമ്പളം. അപ്പം അവിടെ ഇങ്ങനെ അത് കമ്പയർ ചെയ്യല്ലോ നമ്മളെ എപ്പോഴും. ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. എങ്ങനെങ്കിലും ഒരു സ്റ്റേബിൾ ആകണം. അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഞാൻ ജസ്റ്റ് ഇറങ്ങി ഒന്ന് പോയായിരുന്നു. അമ്മ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങിയൊക്കെ പോയി. പിന്നെ മനസ്സിലായി ഇവന് പറഞ്ഞാൽ കേൾക്കത്തില്ല, ഒറ്റ ബുദ്ധി. അപ്പം നടക്കൂല്ല മനസ്സിലായി. അപ്പം പിന്നെ സമ്മതിക്കേണ്ടി വന്നു. സമ്മതിച്ചു. അങ്ങനെയാണ് സമ്മതിക്കുന്നത്. അമ്മ അഭിനയിക്കാനും അമ്മ അഭിനയിക്കുന്നില്ല. അമ്മ അങ്ങനെ അമ്മ ശരിക്കും റിയാലിറ്റി അങ്ങനെ തന്നെ. അതിലും ഭയങ്കര ഹൈപ്പറാ.